ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഇഫ്താർ സ്പെഷ്യലായിട്ട് ഒരു അടിപൊളി പിസ്സേൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഈ ചിക്കൻ പിസ്സ എങ്ങനെ നമുക്ക് വീട്ടിൽ ഓവൺ ഇല്ലാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഇന്ന് കാണിക്കുന്നത്. ഇത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കണ്ടില്ല, ഭയങ്കര ചീസിയാണ്, ഭയങ്കര ടേസ്റ്റുമാണ് ഈ റെസിപ്പി. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. പുറത്തുനിന്നൊക്കെ കഴിക്കണ അതേ ടേസ്റ്റിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഡൗ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് മൈദയും അതുപോലെ തന്നെ 1/2 കപ്പ് ചെറു ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഉപ്പുമാണ് ഇതിനാവശ്യമുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ഈസ്റ്റിനെ ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അര കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് മൂടി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ഈസ്റ്റൊക്കെ കറക്റ്റായിട്ട് കിട്ടിക്കോളും. നമുക്കിതൊന്ന് മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ ഈസ്റ്റ് ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി കിട്ടണം. അപ്പോൾ അതൊന്ന് നല്ലപോലെ മിക്സാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഡോ തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫെർമെൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈസ്റ്റ് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മിക്സാക്കി എടുക്കാം. കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊരു നല്ലൊരു ഡോ ആക്കി എടുക്കണം. ഡൗ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടത് ഒരു ഇത്തിരി ഒട്ടൻ ടൈപ്പിലാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 4 to 6 hours ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നനഞ്ഞ ഒരു തുണി ഇതിന് മുകളിൽ മൂടി വെക്കാം. നനഞ്ഞ ഒരു ക്ലോത്ത് ഇട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നമുക്ക് ഈ പിസ്സക്കുള്ള സോസ് തയ്യാറാക്കിയെടുക്കാം. പിസ്സ സോസ് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ അങ്ങനെ വാങ്ങിച്ച് ഇതാക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താലും മതി. അതിന് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. 3 തക്കാളി പുഴുങ്ങിയതിന് ശേഷം അടിച്ചെടുത്തിട്ടുണ്ട്. ടൊമാറ്റോ പ്യൂരി ആക്കിയെടുത്തതും പിന്നെ ആവശ്യത്തിന് ചില്ലി ഫ്ലേക്സും 1 പീസ് കാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ 2 ടേബിൾ സ്പൂൺ മൊസറല്ല ചീസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. നമുക്ക് സോസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ സോസിന് വേണ്ടി ഞാൻ അവിടെ പാൻ എടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓയിൽ ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതൊന്ന് സോട്ട് ചെയ്തെടുക്കണം.
ഏകദേശം ഒരു മണം ഇതിൻ്റെ സ്മെല്ലൊന്ന് പോയി കിട്ടിയാൽ മതി. അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ ഉള്ളി ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു പീസ് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറവൊക്കെ ചെയ്യാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ക്യാപ്സിക്കം ഒന്ന് വഴന്ന് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ടൊമാറ്റോ പ്യൂരി ഒഴിച്ച് കൊടുക്കണം. നമുക്ക് ടൊമാറ്റോ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് കവർ ചെയ്തിട്ട് ഒരു 3 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നമുക്കിത് കവർ ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിവിടെ തുറന്നിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചീസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 2 ടീസ്പൂൺ മൊസറല്ല ചീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ചീസ് ഒന്ന് മെൽറ്റാണ് വരെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. അപ്പോൾ ചീസെല്ലാം മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പിസ്സ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡോയുടെ ഡബിൾ സൈസ് ആയിട്ടുണ്ട്. 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ ഡോ ഒന്നും നല്ലപോലെ ഒന്നും കൂടി ഒന്ന് നമുക്ക് കുഴച്ചെടുക്കണം. ഇതിൻ്റെ പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈ പാനിലും ആക്കാം. ഞാൻ ഇപ്പോൾ സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിലും ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡോ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. ഡോ ഇങ്ങനെ വലിച്ച് നീട്ടിയിട്ട് നമുക്ക് ഈ പ്ലേറ്റ് മൊത്തം ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ പിസ്സ ഇതുപോലെ റൗണ്ട് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എഡ്ജ് നമ്മുടെ കൈ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ആക്കിയെടുക്കണം. എഡ്ജസൊക്കെ ഒന്ന് കട്ടിയാക്കി കൊടുക്കണം. നമ്മുടെ വിരൽ വെച്ച് കുത്തി എടുത്താൽ മതി. അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടിക്കോളും. ഇനി നമ്മുടെ അകത്ത് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കണം. ഈ ഭാഗം പൊങ്ങി വരാതിരിക്കാനാണ്. അപ്പോൾ കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് നമ്മുടെ പിസ്സ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കിയ
വെച്ചിട്ടുള്ള സോസ് നമുക്കിത് മൊത്തം കവർ ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതെല്ലായിടത്തേക്കും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മസാല ഇവിടെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ചീസ് പീസസ് ആക്കിയത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ക്യാപ്സിക്കം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ക്യാബേജ് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാബേജ് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. എരിവിനനുസരിച്ചിട്ടുള്ള ചില്ലി ഫ്ലേക്സും. ഇതിന് മുകളിൽ നമുക്ക് കുറച്ചുകൂടി ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പിസ്സ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു സോസ് പാനിൽ ഒരു തട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ പിസ്സ ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ പിസ്സ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യാം. എന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 15 to 20 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് 20 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡ്സൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു കത്തി വെച്ചിട്ട് കുത്തി നോക്കുമ്പോൾ അത് ക്ലീൻ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കുക്കായിട്ടുണ്ടെന്നാണ് അർത്ഥം. നമുക്കിനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പിസ്സ ഇവിടെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് കാണിക്കാം. നമ്മുടെ ചീസൊക്കെ അധികം നന്നായിട്ട് തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ചീസി യമ്മി പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ എന്തായാലും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാൻ ബൈ ബൈ. താങ്ക് യു.